ചർച്ചയിലേക്ക് വരാം. ഇപ്പോൾ ദിലീപ് മലയാലപ്പുഴ ശാസ്ത്ര നിരീക്ഷകൻ, മാധ്യമപ്രവർത്തകൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ദിലീപ്, 3 മീറ്റർ വരെ അടുപ്പിച്ച ശേഷം പിന്നീട് ഫൈനൽ സന്ദേശം നൽകിയില്ല. അതാണിപ്പോൾ ISROയിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്ന കാര്യം. നമ്മുടെ പ്രതീക്ഷിച്ച കാര്യങ്ങളിൽ എന്തെങ്കിലും വെല്ലുവിളി നേരിട്ടത് കൊണ്ടാണോ, അതല്ലെങ്കിൽ അതൊരു സ്വാഭാവിക നടപടിക്രമമാണോ? എന്താണ് താങ്കൾ മനസ്സിലാക്കിയത്? ശാസ്ത്രം പരീക്ഷണങ്ങളിലൂടെയാണ് നമ്മൾ ഈ ശാസ്ത്ര നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളിലൂടെയാണ് നമ്മൾ ഈ ശാസ്ത്രം വളരുന്നതും സാങ്കേതികവിദ്യ വളരുന്നതും. അപ്പൊ ഇതൊരു നിർണായകമായ ഒരു ഘട്ടമാണ്. ISROയെ സംബന്ധിച്ചിടത്തോളം ഈ ഡോക്കിംഗ് അല്ലെങ്കിൽ കൂട്ടിയോജിപ്പിക്കൽ സാധ്യമാക്കിയേ മതിയാവുള്ളൂ. ഭാവി ദൗത്യങ്ങൾക്ക് വളരെ നിർണായകമായ ഒരു പരീക്ഷണ ഘട്ടത്തിലൂടെയാണ് ISRO കടന്നു പോകുന്നത്. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ടുണ്ടായിരുന്ന ആശങ്ക മാറിയിട്ടുണ്ട്. കാരണം ഈ വേഗത ത്രസ്റ്ററിൽ നിന്നുള്ള ജ്വലനം, ആ ജ്വലനത്തിൽ എന്തോ ചെറിയ അപാകത വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇതിന്റെ ഒരു ഉപഗ്രഹം പാത തിരിഞ്ഞുപോയി. ആ പാത തിരിച്ചു പിടിക്കാനും കഴിഞ്ഞ ദിവസം ഇന്നലെ കൊണ്ട് ആ പാത തിരിച്ചു പിടിച്ച് നേരെ കൊണ്ടുവന്ന് 2 ഉപഗ്രഹങ്ങളെ ഒരേ പാതയിലേക്ക് എത്തിക്കാൻ ISROയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതൊരു വിജയം തന്നെയാണ്. അപ്പോ ഇനിയും ഇന്ന് രാവിലെ മുതലാണ് ഡോക്കിങ്ങിനുള്ള തുടക്കം കുറിച്ചത്. രാവിലെ 7 മണിയോടുകൂടി അതിന്റെ ഒരു വെളുപ്പിനെ 3 മണിയോടുകൂടി ഏതാണ്ട് 210 മീറ്റർ അടുത്തു. അതിനുശേഷം ഒരു 18 മീറ്ററിലേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം ഒരു 3 മീറ്ററിലേക്ക് കൊണ്ടുവന്നു. 3 മീറ്ററിൽ നിന്ന് ആ വേഗത എന്ന് പറയുന്നത് ഏതാണ്ട് സെക്കൻഡിൽ 11 മില്ലിമീറ്റർ വേഗതയാണ്. നമ്മുടെ ആ വേഗതയുടെ ഒരു വളരെ വളരെ മൈന്യൂട്ടായ ഒരു വേഗതയാണ്. ആ വേഗത നിയന്ത്രിച്ച് നിർത്തി ഉപഗ്രഹവുമായുള്ള 2 ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കാനുള്ള പ്രവർത്തനമാണ് ISRO നടത്തിയത്. എന്നാൽ ആ 3 മീറ്ററിന് അടുത്തെത്തി ഡോക്കിംഗ് ലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് എന്തോ ഒരു നേരിയ അനോമലി കണ്ടതിനെ തുടർന്നാണ് തിരിച്ച് ഉപഗ്രഹത്തെ മാറ്റിയിരിക്കുന്നത്. ഇപ്പൊ ഒരു 15 മീറ്റർ അകലത്തിലേക്ക് മാറ്റി അവിടെ സ്ഥിരമായി നിർത്താൻ ISROയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ചെറിയ അനോമലിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ അനോമലി പരിഹരിച്ച് ചിലപ്പോൾ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് കൂടി ഒരു അവസരം കൂടി അവർ പരിശോധിക്കും, അല്ലെങ്കിൽ നാളത്തേക്ക് അത് മാറ്റാനുള്ള സാധ്യത. എന്തായാലും ISROയിൽ നിന്നുള്ള സ്ഥിരീകരണം വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും ഭാവി ദൗത്യങ്ങൾക്ക് വളരെ നിർണായകമായ ഒരു പരീക്ഷണത്തിലേക്കാണ് ISRO എത്തിയിരിക്കുന്നത്. അതിലെ ഒരു പ്രാഥമിക വിജയം ISRO നേടിയെന്ന് തന്നെ നമ്മൾ കാണണം. യഥാർത്ഥത്തിൽ വഴിതിരിഞ്ഞു പോയ ഉപഗ്രഹത്തെ നേരെ പിടിച്ചുകൊണ്ടുവന്ന് ആ 2 ഇരട്ട ഉപഗ്രഹങ്ങളെ തമ്മിൽ 3 മീറ്റർ അകലത്തിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവസാന ഘട്ടത്തിൽ ഏതോ ചെറിയ അനോമലിയാണ്. ആ അനോമലി ശ്രദ്ധയപ്പെടുത്തുന്നതെന്ന് നമ്മൾ പറയുമല്ലോ, 2 അടി മുന്നോട്ട് 1 അടി പിന്നോട്ട്, ആ ഒരു ആയതായിട്ട് കാണണം നമ്മളത്. അപ്പോ എന്തായാലും ഭാവിയിൽ നമ്മൾ ഏതാണ്ട് 5 കൊല്ലത്തിനകം നമ്മൾ ISRO ഒരു ബഹിരാകാശ നിലയം സ്ഥാപിക്കാൻ പോവുകയാണ്. ഈ ബഹിരാകാശ നിലയം സ്ഥാപിക്കുമ്പോൾ നമുക്ക് ഈ ഡോക്കിംഗ് സംവിധാനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനിയും 2 കൊല്ലത്തിനകം നമ്മൾ 2 കൊല്ലത്തിനകം ചന്ദ്രയാൻ 4 നമ്മൾ വിക്ഷേപിക്കാൻ പോവുകയാണ്. അത് വലിയ ഉപഗ്രഹമാണ്. 2 ഉപഗ്രഹങ്ങളെ ഭൂമിയിൽ നിന്ന് വ്യത്യസ്ത സമയങ്ങളിൽ വിക്ഷേപിച്ച ശേഷം ബഹിരാകാശത്ത് വെച്ച് കൂട്ടിയോജിപ്പിച്ചതിന് ശേഷമാണ് ചന്ദ്രനിലേക്ക് അത് തൊടുത്തു വിടുക. അപ്പോ അങ്ങനെ വരുമ്പോൾ ഈ ഡോക്കിംഗ് സംവിധാനം ഉടൻ തന്നെ നമ്മൾ പരീക്ഷിച്ച് പ്രൂവ് ചെയ്യേണ്ട അത് ISROയ്ക്ക് നിർബന്ധമാണ്. അതുകൊണ്ട് ISRO ഈ പരീക്ഷണത്തിൽ വിജയിച്ചേ മതിയാവുള്ളൂ. തുടർച്ചയായി 2-3 ഡോക്കിംഗ് പരീക്ഷണം കൂടി നടത്തിയതിനു ശേഷമേ നമുക്ക് ചന്ദ്രയാൻ 4ലേക്ക് പോകാൻ കഴിയുള്ളൂ. ചന്ദ്രയാൻ 4 എന്ന് പറയുന്നത് 2 ഉപഗ്രഹങ്ങളെ വ്യത്യസ്ത സമയങ്ങളിൽ ബഹിരാകാശത്ത് എത്തിയ ശേഷം അവിടെ നിന്ന് കൂട്ടിയോജിപ്പിച്ച ശേഷമാണ് ചന്ദ്രനിലേക്ക് തൊടുത്തു വിടുക. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പരീക്ഷണത്തിൽ ഏകദേശമൊക്കെ വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയും. എന്തായാലും ഈ ISROയുടെ ഒരു അന്തിമമായ അല്ലെങ്കിൽ ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്നൊരു വിശദീകരണം വരേണ്ടതുണ്ട്. ഒപ്പം ദിലീപ്, ഒരു കാര്യം, ഈ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയുടെ ഈ പരീക്ഷണം, ഇന്ത്യയുടെ ഈ ദൗത്യം, ചരിത്രപരമായി ഏറ്റെടുത്തിരിക്കുന്ന ഈ ദൗത്യം, ഇതിൻ്റെ ഒരു പ്രാധാന്യം എത്രമാത്രമാണ്? നമുക്കിത് വിജയകരമായി പൂർത്തിയാക്കുമ്പോൾ നമുക്ക് സ്വന്തമാക്കാൻ കഴിയുന്ന നേട്ടങ്ങൾ എങ്ങനെ വിശദീകരിക്കും? അതായത് ഇത് ശാസ്ത്രീയമായിട്ടും സാങ്കേതികമായിട്ടും നമുക്ക് നേട്ടമായിട്ട് സാധിക്കും. കാരണം ഈ ഡോക്കിംഗ് എന്ന് പറയുന്നത് 2 ഉപഗ്രഹങ്ങളെ, 2 പേടകങ്ങളെ അല്ലെങ്കിൽ 2 ബഹിരാകാശ ഉപകരണങ്ങളെ തമ്മിൽ യോജിപ്പിക്കുക, ബഹിരാകാശത്ത് വെച്ച് ഭൂമിയിൽ നിന്ന് നിയന്ത്രിച്ച് ബഹിരാകാശത്ത് കൂട്ടി യോജിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ
ലോകരാജ്യങ്ങളിൽ നാസ, അമേരിക്കയുടെ നാസ, ചൈന ബഹിരാകാശ ഏജൻസി, പിന്നീട് ഈ മൂന്ന് ബഹിരാകാശ ഏജൻസികൾ മാത്രമേ ഇപ്പോൾ റഷ്യ 3 ബഹിരാകാശ ഏജൻസികൾ മാത്രമേ ഡോക്കിംഗ് സാങ്കേതിക വിദ്യ പ്രൂവ് ചെയ്ത് പരീക്ഷിച്ച് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ISRO ഇതിൽ വിജയിച്ചു കഴിഞ്ഞാൽ 4ാമത്തെ ഈ ഡോക്കിംഗ് സംവിധാനം അല്ലെങ്കിൽ ഡോക്കിംഗ് സാങ്കേതിക വിദ്യയിൽ വിജയിക്കുന്ന 4ാമത്തെ ബഹിരാകാശ ഏജൻസിയായി മാറും. ഈ നമ്മൾ ഇപ്പം ബഹിരാകാശത്തെ ഇപ്പോൾ നിലവിൽ 2 ബഹിരാകാശ നിലയങ്ങളാണുള്ളത്. ഒന്ന് ചൈനയുടേതും, അതിനകത്ത് 3 പേരാണ് ഇപ്പോൾ നിലവിലുള്ളത് 400 കിലോമീറ്ററിന് മുകളിൽ. മറ്റേത് നാസയുടെ അന്താരാഷ്ട്ര ബഹിരാകാശം, അതിൽ 7 സുനിത വില്യംസ് അടക്കം 7 പേര് ഇപ്പോൾ നിലവിൽ 400 കിലോമീറ്ററിന് മുകളിൽ അവർ പോകുന്നുണ്ട്. ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയങ്ങളിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്നതും അവർക്കുള്ള ഭക്ഷണ സാധനങ്ങൾ എത്തിക്കുന്നതിനും അതുപോലെ തന്നെ ബഹിരാകാശ നിലയം നിർമ്മിക്കുന്നതിനുള്ള ഉപകരണങ്ങളും പേടകങ്ങളും എത്തിക്കുന്നത് ഇത്തരം ഡോക്കിംഗ് സംവിധാനങ്ങൾ വഴിയാണ്. ഈ ഡോക്കിംഗ് നാസയുടെ ബഹിരാകാശ നിലയം മണിക്കൂറിൽ 36,000 കിലോമീറ്റർ വേഗത്തിലാണ് ബഹിരാകാശത്തോട് സഞ്ചരിച്ചുകൊണ്ട്. അത്രയും വേഗത്തിൽ സഞ്ചരിക്കുന്ന ബഹിരാകാശ നിലയുമായി ഭൂമിയിൽ നിന്ന് നയിക്കുന്ന ഒരു പേടകം ഡോക്ക് ചെയ്യുക എന്ന് പറയുന്നത് വളരെ സങ്കീർണമായ സാങ്കേതിക വിദ്യയാണ്. ആ സാങ്കേതിക വിദ്യ സ്വയം സ്വായത്തമാക്കുക എന്നുള്ളതാണ് ISROയുടെ ലക്ഷ്യം. അങ്ങനെ സ്വയം പ്രൂവ് ചെയ്തെടുത്തേ മതിയാവുകയുള്ളൂ ഈ സാങ്കേതിക വിദ്യ. എന്തായാലും അതിൽ ഒരു 90% വിജയം ഇപ്പോൾ കൈവരിച്ചിട്ടുണ്ട്. എന്തായാലും ഡോക്കിംഗ് ഉപഗ്രഹങ്ങൾ, ഈ ഇരട്ട ഉപഗ്രഹങ്ങൾ രണ്ടും ISROയുടെ നിയന്ത്രണത്തിൽ തന്നെയാണ്. ISRO പറയുന്നത് 2 ഉപഗ്രഹങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെട്ടത് തന്നെയാണ്. അതിലെ ഉപകരണങ്ങൾ നന്നായി പ്രവർത്തിക്കുന്നു, അവരിൽ നിന്നുള്ള മെസ്സേജുകൾ കിട്ടുന്നുണ്ട്. തുടർന്നും ഞങ്ങൾ ഡോക്കിങ്ങിന് ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് കൂടി അവർ ട്രൈ ചെയ്യുന്നതാണെന്ന് അറിയുന്നത്. അത് ഇന്ത്യക്ക് മുകളിലൂടെ ഈ ഉപഗ്രഹങ്ങൾ വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഈ സന്ദേശങ്ങൾ അയച്ച് ഡോക്കിംഗ് ഇതിന്റെ ത്രസ്റ്ററുകൾ ജ്വലിപ്പിക്കാൻ കഴിയുന്നതെന്നാണ് തോന്നുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ സൂര്യപ്രകാശം നല്ല രീതിയിൽ ലഭിക്കുന്ന സന്ദർഭം കൂടിയാണെങ്കിൽ അത് വളരെ എളുപ്പമാകുമെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നീട് തൊട്ടടുത്ത ദിവസത്തേക്ക് അത് മാറ്റിവെക്കാനാണ് സാധ്യത. എന്തായാലും ബാംഗ്ലൂരിലെ ഇസ്ട്രാക് സെന്ററിലെ ശാസ്ത്രജ്ഞർ വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണ്. 2 ഉപഗ്രഹങ്ങളും പൂർണ്ണ ആരോഗ്യവാന്മാരാണെന്നാണ് അവർ തന്നെ പറയുന്നത്.